നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കൊടകരയിൽ MDMAയുമായി യുവതി അടക്കം 2 പേർ പിടിയിൽ. ഡാർക്ക് മർച്ചന്റ് ദീപക്, നോർത്ത് പറവൂർ സ്വദേശിനി ദീക്ഷിത എന്നിവരാണ് പിടിയിലായത്. സൈബർ തട്ടിപ്പിലൂടെ ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ ഒരാൾ കൂടി പിടിയിൽ. പാണ്ടിക്കാട് കാക്കുളം പൊറ്റയിൽ വീട്ടിൽ ഫിറോസിനെയാണ് അറസ്റ്റ് ചെയ്തത്. പൊതു സെൻസസിനോടൊപ്പം ജാതി സെൻസസ് നടപ്പാക്കുമെന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം ഏറെ അവ്യക്തതകൾ നിറഞ്ഞതാണെന്ന് വെൽഫെയർ പാർട്ടി. സംസ്ഥാന സർക്കാർ ജാതി സെൻസസ് നടത്തണമെന്നും പ്രസിഡന്റ് റസാഖ് പാലേരി. വാർത്തകൾ വിശദമായി. കൊടകരയിൽ വൻ ലഹരി മരുന്ന് വേട്ട. 180 ഗ്രാം MDMAയുമായി യുവതി അടക്കം 2 പേർ പിടിയിൽ. ഡാർക്ക് മർച്ചന്റ് ദീപക്, നോർത്ത് പറവൂർ സ്വദേശിനി ദീക്ഷിത എന്നിവരാണ് പിടിയിലായത്. ഇരിങ്ങാലക്കുട ഭാഗത്തെ പ്രധാന ലഹരി വിൽപ്പനക്കാരനായ ദീപക് മുൻപും ലഹരിമരുന്ന് കേസിൽ പിടിയിലായിട്ടുണ്ട്. തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കൊടകര പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കൊടകര മേൽപ്പാലത്തിന് സമീപം വെച്ച് 180 ഗ്രാം MDMAയുമായി 2 പേരെ പിടികൂടിയത്. വെള്ളാങ്കല്ലൂർ കല്ലംകുന്ന് ചിറയിൽ വീട്ടിൽ ദീപക് രാജു, നോർത്ത് പറവൂർ മൂത്തക്കുന്നം സ്വദേശിനി ദീക്ഷിത എന്നിവരാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നുമാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത്. തൃശൂർ ഇരിങ്ങാലക്കുട ഭാഗത്തെ പ്രധാന ലഹരി വിൽപ്പനക്കാരനായ ദീപക് മുൻപും ലഹരിമരുന്ന് കേസിൽ പിടിയിലായിട്ടുണ്ട്. ജയിലിൽ നിന്നിറങ്ങിയ ശേഷം ഇയാൾ ലഹരിക്കടത്തും വിൽപ്പനയും തുടരുകയായിരുന്നു. ചില്ലറ വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മുന്തിയ ഇനം രാസലഹരിയാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. തൃശൂർ റൂറൽ ജില്ലയിലെ ഏറ്റവും വലിയ രാസലഹരി വേട്ടകളിൽ ഒന്നാണിത്. പ്രതികൾ ഉൾപ്പെടുന്ന ലഹരി സംഘത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തൃശൂർ റൂറൽ DCB DYSP ഉല്ലാസ് കുമാർ, ചാലക്കുടി DYSP സുമേഷ് K എന്നിവരുടെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ N പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള CR പ്രദീപ്, PP ജയകൃഷ്ണൻ, സതീശൻ മടപ്പാട്ടിൽ, ഷൈൻ TR, PM മൂസ, സൂരജ് V ദേവ്, ലിജു ഇയാനി, റെജി AU, ബിനു MJ, ബിജു CK, ഷിജോ തോമസ്, സോണി PS, ഷിൻഡോ KJ, നിഷാദ് AB എന്നിവരടങ്ങിയ റൂറൽ ഡാൻസ് ഓഫ് സ്ക്വാഡും കൊടകര ഇൻസ്പെക്ടർ ദാസ് PK, ASIമാരായ ബൈജു MS, ജ്യോതി ലക്ഷ്മി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബെന്നി KP, സിവിൽ പോലീസ് ഓഫീസർ ആഷിഖ് എന്നിവരും ചേർന്നാണ് മയക്കുമരുന്നും പ്രതികളെയും പിടികൂടിയത്. ബാംഗ്ലൂരിൽ ഇവർക്ക് രാസലഹരി കൈമാറിയ അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തെപ്പറ്റിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. മീഡിയ ടൈം, കൊടകര. സൈബർ തട്ടിപ്പിലൂടെ ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ ഒരാൾ കൂടി പിടിയിൽ. പാണ്ടിക്കാട് കാക്കുളം പൊറ്റയിൽ വീട്ടിൽ ഫിറോസിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഷെയർ ട്രേഡിംഗിനായി പണം നൽകിയാൽ പണത്തിന്റെ ഇരട്ടിയായി ലാഭവിഹിതം തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൊടകര കനകമല സ്വദേശിയുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പല തവണകളായി പ്രതികളുടെ വിവിധ അക്കൗണ്ട് നമ്പറുകളിലേക്ക് 5,43,329 രൂപ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് ട്രേഡിംഗ് നടത്തിച്ച് ലാഭവിഹിതമോ നിക്ഷേപിച്ച പണമോ തിരികെ നൽകാതെ തട്ടിപ്പ് നടത്തിയതിനാണ് ഫിറോസിനെ അറസ്റ്റ് ചെയ്തത്. CPI കൊടുങ്ങല്ലൂർ മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. കാവിൽക്കടവിൽ സ്മൃതി ജാഥാ സംഗമവും തുടർന്ന് വളണ്ടിയർ മാർച്ചും ലോകമലേശ്വരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രകടനവും പണിക്കേഴ്സ് ഹാളിലെ MN രാമകൃഷ്ണൻ നഗറിൽ സമാപിച്ചു. സമ്മേളന നഗരിയിൽ മൺമറഞ്ഞ നേതാക്കളുടെ 100 സ്മൃതി പതാകകൾ ഉയർത്തി. തുടർന്ന് നടന്ന കമ്മ്യൂണിസ്റ്റ് സംഗമം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. KG ശിവാനന്ദൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, TK സുധീഷ്, KS ജയ, CC ബിപിൻ ചന്ദ്രൻ, PP സുഭാഷ്, സുമാ ശിവൻ എന്നിവർ പ്രസംഗിച്ചു. പൊതു സെൻസസിനോടൊപ്പം ജാതി സെൻസസ് നടപ്പാക്കുമെന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം ഏറെ അവ്യക്തതകൾ നിറഞ്ഞതാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. സാഹോദര്യ കേരള പദയാത്രയുടെ കയ്പമംഗലം മണ്ഡലം പദയാത്രയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രത്തിനെ കാത്തിരിക്കാതെ സംസ്ഥാന സർക്കാർ ജാതി സെൻസസ് നടത്തണമെന്നും അത് കേന്ദ്രത്തിനടക്കം മാതൃകയാക്കാവുന്ന രീതിയിലാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എറിയാട് പഞ്ചായത്തിലെ അബ്ദുള്ള റോഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പദയാത്ര എറിയാട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു. അടയാളപ്പെടുത്തപ്പെട്ട മഹാത്മാ അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും വക്കം മൗലവിയുടെയൊക്കെയും പ്രവർത്തന കേന്ദ്രങ്ങളിൽ നിന്ന് സന്ദർശിച്ചുകൊണ്ടാണ് ഈ പ്രയാണം ആരംഭിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ
രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിൻ്റെ അധ്യക്ഷന്മാരും യാത്രകൾ നടത്തുക എന്നുള്ളത് പുതുമയുള്ള ഒരു സംഗതിയൊന്നുമല്ല. ഒരുപാട് യാത്രകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കാൻ, നേതാക്കളെ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാൻ ഒക്കെയും യാത്രകൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം ചട്ടപ്പടി യാത്രകളിൽ നിന്നൊക്കെ നമ്മുടെ സാഹോദര്യ കേരള പദയാത്രയെ വ്യതിരിക്തമാക്കുന്നത് 32, 34, 35 ഡിഗ്രി വരെയൊക്കെയും ചൂട് രേഖപ്പെടുത്തുന്ന സമയത്താണ് നമ്മൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം KM ഷെഫ്രീൻ മുഖ്യപ്രഭാഷണം നടത്തി. പൂവത്തുശ്ശേരി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം നടന്നു. ഒന്നാം ദിവസം വൈകിട്ട് ദീപാരാധന, നിറമാല, വാസ്തുഹോമം, വാസ്തുബലി, വാസ്തു കലശാഭിഷേകം എന്നിവ നടന്നു. ഇന്ന് കളഭാഭിഷേകം, ശ്രീഭൂതബലി, പ്രസാദ വിതരണം, ദേവി പഞ്ചരത്ന കീർത്തനാലാപനം എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. കേരളത്തിൽ വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ഏറ്റവും പുതിയ റഡാർ ചിത്രം പ്രകാരം വരും മണിക്കൂറുകളിൽ കേരളത്തിലെ 3 ജില്ലകളിൽ കനത്ത മഴയ്ക്കാണ് സാധ്യത. തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകരയിൽ MDMAയുമായി യുവതി അടക്കം 2 പേർ പിടിയിൽ. ഡാർക്ക് മർച്ചന്റ് ദീപക്, നോർത്ത് പറവൂർ സ്വദേശിനി ദീക്ഷിത എന്നിവരാണ് പിടിയിലായത്. സൈബർ തട്ടിപ്പിലൂടെ ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ ഒരാൾ കൂടി പിടിയിൽ. പാണ്ടിക്കാട് കാക്കുളം പൊറ്റയിൽ വീട്ടിൽ ഫിറോസിനെയാണ് അറസ്റ്റ് ചെയ്തത്. പൊതു സെൻസസിനോടൊപ്പം ജാതി സെൻസസ് നടപ്പാക്കുമെന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം ഏറെ അവ്യക്തതകൾ നിറഞ്ഞതാണെന്ന് വെൽഫെയർ പാർട്ടി. സംസ്ഥാന സർക്കാർ ജാതി സെൻസസ് നടത്തണമെന്നും പ്രസിഡന്റ് റസാഖ് പാലേരി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.